ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ജീവിതത്തിലെ പല സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും നിശബ്ദത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ ഈ സാഹചര്യം മനസ്സിലാക്കാതെ നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മൗനം പാലിക്കേണ്ട സാഹചര്യങ്ങൾ ഏതാണ് എന്നുള്ളത് ചാണക്യാചാര്യൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അവ ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. വിഡ്ഢികളുടെ മുന്നിൽ, അതായത് നമ്മൾ വിഡ്ഢികളുടെ മുന്നിൽ നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്നും വാതോരാതെ സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവരൊരിക്കലും നമ്മളെ മനസ്സിലാക്കാൻ പോകുന്നില്ല. അതേപോലെ തന്നെ രണ്ടാമത്തേത്, ദേഷ്യമുള്ള സമയത്ത്, നമ്മൾ ഒരിക്കലും ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ആരോടും സംസാരിക്കാൻ പോകരുത് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ? മൂന്നാമത്തേത്, ഗോസിപ്പുകളാൽ ചുറ്റപ്പെടുന്ന ഒരു സമയത്ത്. നാലാമത്തേത്, ധാർഷ്ട്യ സ്വഭാവമുള്ള വ്യക്തിയുമായിട്ട് ഇടപഴകുമ്പോൾ. അഞ്ചാമത്തേത്, ക്രൂരന്മാരുടെ അരികിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത്. ആ ഒരു ക്രൂര സ്വഭാവമുള്ള ആൾക്കാരോട് നമ്മൾ ഒരിക്കലും ഒരു തരത്തിലും മറുത്ത് സംസാരിക്കാനേ പാടില്ല. അത് ചിലപ്പോഴേ നമ്മുടെ ജീവന് പോലും ആപത്തായിട്ട് മാറും. ആറാമത്തത്, സ്വേച്ഛാധിപതിയുടെ മുന്നിൽ, താനാണോ വലിയവൻ എന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുടെ മുന്നിൽ നമ്മൾ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകുന്നതായിരിക്കും വളരെ നല്ല കാര്യം. അതേപോലെ ഏഴാമത്തെ ഒരു കാര്യമാണ്, മദ്യപാനിയുടെയും മറ്റ് ലഹരിക്ക് അടിമപ്പെട്ടവരുടെയും മുന്നിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം കൂടിയാണത്. നമ്മൾ ഈ മദ്യവെച്ചിട്ടാകുന്ന ആൾക്കാരുടെയും അതേപോലെ ലഹരി ഉപയോഗിച്ചിട്ട് വന്ന ആൾക്കാരുടെയും അടുത്ത് പോയിട്ട് ഒന്നും സംസാരിക്കാനോ അവരെ ഒന്ന് എതിർത്ത് നിൽക്കാനോ കയർത്ത് സംസാരിക്കാനോ ഒന്നും പാടില്ല. അതും നമ്മുടെ ജീവന് തന്നെ ആപത്താണ്. അതേപോലെ തന്നെ ദുഃഖിതനായിരിക്കുമ്പോൾ, നമ്മൾ അധികം സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആരോടൊന്നും സംസാരിക്കരുത്. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ശരിയാവണം എന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കരുത് എന്ന് പറയുന്നത്. കൂടാതെ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തിൽ, നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ആരോടും സംസാരിക്കാൻ തന്നെ തോന്നില്ല. അതേപോലെ തന്നെ നമുക്ക് പുതിയൊരു സജഷൻ പറഞ്ഞു കൊടുക്കാനോ പുതിയൊരു സജഷൻ നമുക്ക് സ്വീകരിക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമായിരിക്കും ആ ഒരു സമയം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മൾ മൗനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേപോലെ നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത്, നമ്മൾ ആരെയെങ്കിലും കൂടുതലായി അടുത്തറിയണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മൾ വാതോരാതെ ആരോടും എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ പാടില്ല. ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ നോക്കേണ്ട. ഇനി നിങ്ങൾക്ക് മാറാൻ അവസരമുണ്ട്. അവസരോചിതമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.